Hello. മനോഹരമായ കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം. I'm so happy to be here. ഞാൻ ഇങ്ങ് ഇന്ന് നിൽക്കുന്നത് സന്തോഷത്തോടെയും പിന്നെ വളരെ എക്സൈറ്റ്മെൻറ്റും ആണ്. So because Thug Life, it's not just a film for me, it's a life experience for me. It has all my gurus in one film. I'd like to thank first Mani sir for taking me in, for trusting me with the role. And next I'd like to thank my guru, my mentor, everything, my inspiration. Kamal sir, thank you for taking me in. ரொம்ப சந்தோஷமாக இருக்குது. பேசிக்காக வேறு எதுவும் நான் எவ்வளோ சொன்னாலும் அதுதான் வருது. எனக்கு ஒரு ரொம்ப லேர்னிங்கான இடம். கமல் சாரை பற்றி நான் பேசாத இன்டர்வியூவே இல்லை. அவருக்கு முன்னாடி நின்று பேசும்போது தான் ஸ்டக் ஆகுது, இல்லை நல்ல ஃப்ளோவில் வரும். ஏன்னா அவர் ஒரு ஜென்ரேஷன், அன்றைக்கி ஒரு இன்ஃப்ளூயன்சர் மீட் வச்சுருந்தோம். வி ஹேட் அன் இன்ஃப்ளூயன்சர் மீட். நான் அங்கேயும் அதான் சொன்னேன், த பிக்கெஸ்ட் இன்ஃப்ளூயன்சர் இஸ் கமல் சார். இஸ் பீன் இன்ஃப்ளூயன்சிங் பீப்புள் ஃபார் 40-50 இயர்ஸ் அண்ட் பல 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 ஜென்ரேஷன்ஸை இன்ஸ்பயர் பண்ணதில் நானும் ஒருத்தன். ஸோ ஐம் ஜஸ்ட் ஹாப்பி. அண்ட் ஏஆர் ரஹ்மான் சார் இருக்கார், சிம்பு சார் இருக்கார், த்ரிஷா மேம் இருக்காங்க, அபிராமி மேம் இருக்காங்க, அண்ட் ஜோஜு சாரோட படங்கள் நிறைய பார்த்துருக்கேன். கடைசியாக பண்ணி ரொம்ப பிடிச்சது சார். எஸ்பெஷலி அந்த ஐ வாஸ் டெல்லிங் யூ கார் கலெக்ஷன் வந்து பயங்கரமாக இருந்தது. அண்ட் the way he acts and characters brings out, it's amazing. So in the படத்துல காம்பினேஷன் இல்லை, and I hope we get to act in some other film. நீங்கள் கூப்பிடுங்கன்னு எதிர்பார்க்குறேன். So yeah, I love you guys. Please, I hope you guys like the film. All the masters are here. They've cooked something very special. அதை வந்து கண்டிப்பாக நம்ம எல்லாரும் போய் டேஸ்ட் பண்ணணும்னு நான் சொல்கிறேன். And Kochi, thank you for all the love. I hope you also like my work. Thank you so much. Thank you. Thanks. Thank you. எல்லா காம்பினேஷன் ஷாட்டும் கமல் சாரோட தான், எக்ஸப்ட் ஒன். எஸ்டிஆரோட ஒரு ஷாட் இருக்கு. கோபாலன் சார், I'm so sorry. Thank you for I'm so glad we are associating with you, and I hope we do a film soon. Thank you, sir. നമസ്കാരം കൊച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നി? പൊളിയല്ലേ? ജൂൺ 5 തിയേറ്ററിൽ പോയി പൊളിക്കണ്ടേ? സോ ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഇത്ര ഒരു ഗംഭീരമായ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻസിൻ്റെ വേണ്ടിയാണെന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്നു. അധികം സംസാരിക്കുന്നില്ല, ബിക്കോസ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഉലകനായകൻ കമൽഹാസൻ സംസാരിക്കാൻ കേൾക്കുന്നതിന് വേണ്ടിയാണ്. സോ എല്ലാവരും ജൂൺ 5 വന്ന് സിനിമ കാണുക, നമ്മളെല്ലാവരും ബ്ലസ് ചെയ്യുക. ഈ സിനിമയിലെ ഭാഗമാകാൻ കഴിഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട്. സോ താങ്ക് യു കമൽ സർ, താങ്ക് യു ഗോപാലൻ സർ, ഇത്രയും നല്ല സിനിമ കേരളത്തിൽ എത്തിക്കുന്നതിന്, ഇങ്ങനെ നല്ല സിനിമകൾ പിന്നെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതിന്. ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിനും എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ ഹാപ്പി ടു ബി ഹിയർ. സോ 5 എല്ലാവരും പോയി കാണുക. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പേടിച്ചു, നമസ്കാരം പറയുമ്പോൾ ആരും മിണ്ടില്ലെന്ന് വിചാരിച്ചു. ഭാഗ്യം. താങ്ക് യു. ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് എൻ്റെ. കാരണം മണിരത്നം ഫിലിം, അതും കമൽ സാറിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നേരിട്ട് കാണാന്ന് പറയുന്നത്, അത് എന്താ പറയുക, നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും, അതൊരു വലിയ കാര്യമാണ്. അത് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നന്നായി അഭിനയിക്കാൻ പറ്റും, അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും. അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത്, അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അഭിനയിച്ചിട്ടുള്ള ആളാണ് കമൽ സാറ്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ 38 മേലെ 39 മേലെയാണെന്ന് തോന്നുന്നു ഡബിൾ റോളുകൾ, അതും 10 വരെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള കമൽ സാർ. നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റെഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട. അത്രയും മഹാനായ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഒപ്പം മണിസാറും. അപ്പോൾ ഞാനും ജൂൺ 5-ന് വേണ്ടി കാത്തിരിക്കുകയാണ്, തഗ് ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം. താങ്ക് യു തന്ന കൈയടികൾക്കും നല്ല വർത്തമാനങ്ങൾക്കും താങ്ക്സ്. നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ ഇവിടെ കൊണ്ടുതരാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്, പറഞ്ഞതായി ഗോപാലൻ സാർ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് തരുന്ന നല്ല സിനിമകൾക്കും, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ആളാണ്. എൻ്റെ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഗോപാലൻ സാറാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. തഗ് ലൈഫ് ജൂൺ 5th, മണിരത്നം, റഹ്മാൻ, രവി കെ ചന്ദ്രൻ, അൻപറിവ്, STR, അഭിരാമി, അശോക്, ജോജു, നാസർ ഭായ്, ഇനിയും ഒരുപാട് പേരുണ്ട്. തൃഷ. സോ ഇത്രയും പറഞ്ഞാൽ മതി. യു സീൻ ദ റെസ്റ്റ്. ആൻഡ് ഇപ്പോൾ ഇവരെല്ലാവരും പറയുകയാണ് എനിക്ക് ഒരു നല്ല ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫ് ടൈം കുറച്ച് നീണ്ടുപോയി എന്നല്ലാതെ എനിക്കും ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ടാലൻറ്റഡ് നെക്സ്റ്റ് ജനറേഷനുമായിട്ട് മത്സരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. തോറ്റുപോയാലും കുഴപ്പമില്ല. That is the mindset of an elder brother, if you're even younger, of a father. So I like this. I will continue doing this. I'll continue bringing many more talents to discerning audience like you. Why am I doing it? Because that's what was done to me in Kerala and in Tamil Nadu by Mr. K. Balachandar. And it continues, and I want to give what I got back to every place in India, especially Kerala, because this is where I was born as a lead man in cinema. So, ആ നന്ദിയുണ്ട്. ഇங்கே இருக்கக்கூடிய தமிழ் ரசிகர்களுக்கும் ஒன்று யோசிச்சு பாருங்க, தமிழ்நாட்டிலையும் மலையாளத்தில் பேசலாம், ஆனால் ரொம்ப நேரம் பேசினா புரியாது. இங்கே புரியும். ஸோ எல்லாரும் பக்கத்து ஸ்டேட்டில் உள்ள பாஷையை கற்றுக்குங்க. ஹிந்தி அப்புறம் பார்க்கலாம். எங்கள் பாஷை ஃபஸ்ட்டு அழிஞ்சு போகாமல் பார்க்க வேண்டியது தான் எங்கள் கடமை. அதை இந்த ஊரில் வந்து சொல்கிற தில்லு எப்படி இருக்கு தெரியுமா? நாம் அனைவருமே திராவிடர்கள், மறந்துடாதீங்க. அந்த பெருமையுடன் we offer our family thug life. നമസ്കാരം. വെയിലു നായകരും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ആണോ? ഇല്ല, except they are in the same profession. Profession ഒന്നാണ്. How will Lal sir and Mammootty and Kamal Haasan become the same? We are in one profession, but each is a great talent. You know how I slipped in my name into this? You must notice that. ആ കലാകാരന്മാരുടെ അവിടെ എൻ്റെ പേരും ചേർത്തു. I am proud. ലാലേട്ടനെ അളിയ എന്നാണ് വിളിച്ചത്. അതെ അതെ, ആ ഭാഗ്യം കിട്ടി. ഞാൻ വിചാരിച്ച എൻ്റെ വയസ്സുകാരനായിരിക്കും എന്ന് പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ ഐ കോൾഡ് ഹിം അളിയ ടുഡേ. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മലയാളത്തില് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു വരി ഓർക്കാം? ഏതെങ്കിലും? ഇവിടെ ആർക്കും അത് അറിയില്ലായിരിക്കും. ഗോപാലൻ സാറിന് മനസ്സിലാവും. താതയ്യങ്കാട്ടിലെ തക്കാളിക്കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് കെട്ടി, കല്ലല്ല ഹോയ് മണ്ണല്ല, കല്ലല്ല മണ്ണല്ല മരമല്ല,
കൽക്കണ്ടം കൊണ്ടൊരു വീട് കെട്ടി. ഇത് കണ്ണും കരളും എന്ന സിനിമയിൽ ബാലതാരമായ ഒരു നടൻ പാടിയ പാട്ടാണ്. വോയിസ് കുറച്ച് ഗ്രഫായി പോയി, അത്രയേ ഉള്ളൂ. ബട്ട് സേതു സാറാണ് എന്നെ കേരളത്തിൽ 2 പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബാലനടനായിട്ടും പിന്നെ ലീഡ് ആക്ടറായിട്ടും ഇൻ കന്യാകുമാരി. യെസ്, ഐ ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ് ഇൻ കേരള. ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് making my 5-year-old daughter sing this to Sethu sir. Wow. And he had tears in his eyes. And I was so happy. I had tears too. അപ്പോൾ ആ കൊച്ചുകുട്ടി നോക്കിയാണ്, ഈ വയസ്സന്മാർ എന്തിനാ കറയുന്നത്? I just sang a good song. We know. We have a lot of memories. 6 വയസ്സിലുള്ള സിനിമയിലേക്ക് വന്ന ഒരു പഴയ കുട്ടി ഉണ്ടായിരുന്നു. 6 വയസ്സിൽ വന്ന ആ കുട്ടിയോട് ഇന്നത്തെ കമൽഹാസൻ സാറിന് എന്താണ് പറയാനുള്ളത്? ആ 6 വയസ്സുള്ള സിനിമയിലേക്ക് കടന്നു വന്ന അല്ല, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഐ ഹാവ് ലാസ്റ്റ് ദറ്റ് ഓണസ്റ്റി. ആ ചെക്കനുണ്ടായിരുന്ന ഓണസ്റ്റി ഇപ്പോൾ ഇല്ല. സോ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടായില്ല. Because he'll ask the pertinent questions that a good audience will ask, he will ask. But പതുക്കെ ഇങ്ങനെ വന്ന് I become blunted a bit. He was sharp. കമൽ സാറ് ഒരു 100% പെർഫെക്ഷനിസ്റ്റ് ആണ്. കമൽ സാറിന്റെ അങ്ങനെ ഒരു കാര്യമില്ല. There is only excellence. You can't be perfect. That is hubris. Everything is work in progress. This world is work in progress. Art is work in progress. Politics is work in progress. കഴിഞ്ഞിട്ടില്ല, പണി തീരാത്ത വീട്. நான் சொல்றேன், இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசிட்டு இப்ப இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசுறோம். அவர் தான் STR. என்ன மாதிரியே அவர் வந்தவர். இன்னும் என் வயசு வரும்போது கிட்டத்தட்ட என் எக்ஸ்பீரியன்ஸ் இல்லை, கொஞ்சம் ஜாஸ்தியாக கூட இருக்கலாம், சொல்ல முடியாது. எப்போ வந்தாலும் தெரியாது. 3-4 இருக்கும். அப்படின்னா என்னை விட 1 வயசு ஜாஸ்தியாக இருக்கும்போது என் எக்ஸ்பீரியன்ஸ் அவருக்கு கண்டிப்பாக வந்தே தீரும். அதாவது அன்பீட்டபிள்னு ஒரு ஆர்டிஸ்ட் கிடையவே கிடையாது, அடுத்து வருவான். அதைத்தான் நான் காட்டுறேன் உங்களுக்கு. எனக்கு அதில் ஒரு வெக்கமும் கிடையாது. அப்படி காட்டித்தான் நான் வந்தேன். சிவாஜி சார் காட்டல, உங்களுக்கு என்ன? அந்த மாதிரி தான். ஸோ ஐ எம் ஒன்லி டூயிங், ஐ எம் காப்பிங் மை எல்டர்ஸ். அண்ட் STRக்கு நிறைய டேலண்ட் இருக்கு, ஆனால் அது இன்னும் கூடும். அடுத்த முறை நான் இங்கே வந்து பேசும்போது அந்த படத்தில் நான் இருந்தால் இதை விட ஜாஸ்தி அப்ளாஸ் எனக்கு கேட்கணும். That is the true cinema fan speaking. அவனே ஒரு கட்சி இல்லை, there is no bias. He just enjoys everything. That's what I'm doing now. കമൽ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരി, അറ്റ്ലീസ്റ്റ് ഒരു വരിയെങ്കിലും ഫ്രം തഗ് ലൈഫ്, എനിവേ ലൈക്ക്. അത് ട്രെയിലറിലുണ്ട്, നല്ല സൗണ്ട് സിസ്റ്റമും മിക്സിങ്ങും ഒക്കെ ഉണ്ട്. ഇതിൽ സാധാരണ വരുന്ന ഡയലോഗാണ്. അത് ഇവർ പറയും June 6th, June 5th ആഫ്റ്റർനൂൺ പറയും എല്ലാവരും. ആൻഡ് ഐ ലൈക്ക് ടു ഹിയർ ദോസ് വോയിസസ് because I'm bored of my voice. I've watched this film many times. I'm going to watch it many more times before June 5th. So on June 5th, I'll be watching you, all of you. I'm looking forward to it. I'm more eager than you are. പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. I relish it. I'm living this long only because of that applause. This is my tonic. And ആ അപ്ലാസ് ആർക്ക് കിട്ടിയാലും എനിക്കത് കേൾക്കും. അതിൽ ഞാനും ഉണ്ട്, കയ്യടിയിലും ഉണ്ട്. If opportunity permits me, I will be given a bit of that applause. അത്രയും മതി എനിക്ക്.
Mm.